നമസ്കാരം, വീക്കിലി ട്രെൻഡ്സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ഹിൻഡൻബർഗ് ഇന്ത്യക്കായി കരുതിവെച്ച പുതിയ ആരോപണങ്ങളെ വരവേറ്റുകൊണ്ടാണ് പോയ വാരം ദലാൽ സ്ട്രീറ്റ് വ്യാപാരം ആരംഭിച്ചത്. ആഭ്യന്തര വിപണിയുടെ നെടും തൂണായ സെബിക്കെതിരെ തന്നെയാണ് ഇത്തവണ ഹിൻഡൻബർഗ് തിരിഞ്ഞത്. എന്നാൽ US ഷോർട്ട് സെല്ലറുടെ കരുനീക്കത്തിൽ പ്രതീക്ഷിച്ചത്ര വിപണി പതറിയില്ല. ആദ്യ മണിക്കൂറുകളിലെ വിൽപ്പനാ സമ്മർദ്ദത്തിൽ നിന്നും തിരിച്ചുവരാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷനിൽ തുടർന്ന വിപണി പക്ഷേ 24,100 കൈവിട്ടു. എങ്കിലും IT ഓട്ടോ ഓഹരികളുടെ പിന്തുണയോടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് വെള്ളിയാഴ്ച 24,500 മറികടന്നുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രോഫിറ്റ് ബുക്കിംഗ് മൂലം ഇടിവിൽ തുടർന്ന HDFC ബാങ്ക് നിഫ്റ്റി ബാങ്ക് സൂചികയെയും തളർത്തി. എങ്കിലും വാരാന്ത്യത്തിൽ 800ഓളം പോയിന്റ് നേട്ടത്തിൽ 50,000 മറികടന്നുകൊണ്ടാണ് സൂചിക അവസാനിച്ചത്. നിഫ്റ്റിയുടെ തിരിച്ചുവരൽ പ്രധാന പങ്ക് വഹിച്ച IT സൂചിക വാരാടിസ്ഥാനത്തിൽ 4% കുതിച്ചു. 3% മുന്നേറിക്കൊണ്ട് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതോടൊപ്പം 2.3% കുതിപ്പ് റിയലിറ്റി സൂചികയും രേഖപ്പെടുത്തി. 2% നഷ്ടം രേഖപ്പെടുത്തിയ മീഡിയ സൂചികയാണ് ഏറ്റവും ഇടിഞ്ഞത്. ആഗോളതലത്തിൽ US വിപണിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ആഴ്ചയിലുടനീളം തുടർന്നു. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ CPI കണക്കുകളും ജോബ്ലെസ് ക്ലെയിം ഡാറ്റയുമൊക്കെ ഈ ആഴ്ച US വിപണിക്ക് കരുത്തേകി. സെപ്റ്റംബറോട് കൂടി തന്നെ റേറ്റ് കട്ട് നയം ഉണ്ടായേക്കാമെന്ന ആത്മവിശ്വാസത്തിന് ബലമേകുന്ന കണക്കുകളുടെ പിൻബലത്തിൽ സൂചികളിലുണ്ടായ നഷ്ടം മറികടന്നുകൊണ്ട് മികച്ച കുതിപ്പാണ് പ്രകടമാക്കിയത്. ഇതോടെ വാരാന്ത്യത്തിൽ ഡൗ ജോൺസ് 2.94%, നാസ്ഡാക്ക് സൂചിക 5.29%, S&P 500 സൂചിക 3.93% നേട്ടം പ്രകടമാക്കി. വരുന്ന ആഴ്ചയിൽ ഓഗസ്റ്റ് 21 ബുധനാഴ്ച പുറത്തുവരുന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സ് തന്നെയാണ് സർവ്വപ്രധാനമായി US വിപണിയെ സ്വാധീനിക്കുക. മിനിറ്റ്സിന് മുന്നോടിയായി ഓഗസ്റ്റ് 19, 20 തീയതികളിൽ വിവിധ ഇടങ്ങളിലായി FOMC മെമ്പേഴ്സ് നടത്തുന്ന പ്രസ്താവനകളും ഇതിനോടൊപ്പം പ്രാധാന്യമർഹിക്കുന്നു. പ്രതീക്ഷകൾക്കനുസൃതമായ പ്രസ്താവനകളും മിനിറ്റ്സ് തീരുമാനങ്ങളുമാണ് വരുന്നതെങ്കിൽ അത് വിപണിയെ കൂടുതൽ ഉത്തേജിപ്പിക്കും. മറിച്ചാണെങ്കിൽ നിലവിലെ റാലിയിൽ ഒരു പോസ് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. തുടർന്ന് ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച പതിവ് പോലെ വാരാടിസ്ഥാനത്തിൽ വരുന്ന ജോബ്ലെസ് ക്ലെയിം ഡാറ്റയെയും നിക്ഷേപകർ വീക്ഷിക്കും. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച വന്ന കണക്കുകൾ പ്രകാരം 2,27,000 തൊഴിലില്ലായ്മ ക്ലെയിംസ് കുറഞ്ഞിരുന്നു. ഈ കുറവ് തുടരുന്നുണ്ടോ എന്നതാകും നിക്ഷേപകർ വിലയിരുത്തുക. അതോടൊപ്പം അന്ന് തന്നെയാണ് US-ന്റെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ്, മാനുഫാക്ചറിംഗ് PMI, S&P ഗ്ലോബൽ കോമ്പോസിറ്റ് PMI, സർവീസ് PMI മുതലായ കണക്കുകൾ വരുന്നത്. ജൂണിലെ ഹോം സെയിൽസ് ഡാറ്റയിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ സർവീസ് PMI കണക്കുകളും US S&P ഗ്ലോബൽ കോമ്പോസിറ്റ് PMI കണക്കുകളും ജൂലൈയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ജൂലൈയിലെ US മാനുഫാക്ചറിംഗ് PMI എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും നേരിയ വർധനവും ഉണ്ടായി. അനുമാനങ്ങൾക്കൊത്തുള്ള കണക്കുകൾ തന്നെയാണെങ്കിൽ വിപണിയിലും ഒപ്പം അതത് ഇൻഡസ്ട്രി സ്പെസിഫിക് സ്റ്റോക്കുകളുടെ പ്രകടനത്തെയും അനുകൂലമായി തന്നെ ഇത് സ്വാധീനിക്കും. ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച ന്യൂ ഹോം സെയിൽസ് കണക്കുകൾ കൂടി വരുന്നതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ആയതിനാൽ തന്നെ സെപ്റ്റംബറിൽ റേറ്റ് കട്ട് നയത്തെ ഇത് സ്വാധീനിക്കാം. യൂറോസോണിൽ പ്രതീക്ഷകൾക്കൊത്തുള്ള GDP കണക്കുകൾ തന്നെയായിരുന്നു വന്നത്. കൂടാതെ ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ നിരക്ക് CPI കണക്കുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ വാർഷികാടിസ്ഥാനത്തിലുള്ള GDP, കോർ റീറ്റെയിൽ സെയിൽസ് കണക്കുകൾ മാറ്റമില്ലാതെ തുടർന്നു. ഫ്രാൻസിലെ CPI കണക്കുകളിൽ നേരിയ വർധനവും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാരാന്ത്യത്തിൽ ഡാക്സ് സൂചിക 3.38% നേട്ടവും, FTSE 100 സൂചിക 1.75% നേട്ടവും, CAC 40 2.48% നേട്ടവുമാണ് രേഖപ്പെടുത്തിയത്. വരുന്ന ആഴ്ചയിൽ ഓഗസ്റ്റ് 20-നാണ് യൂറോസോണിന്റെ കോർ CPI ഡാറ്റകൾ പുറത്തുവരുന്നത്. ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ CPI കണക്കുകൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ മാസാടിസ്ഥാനത്തിൽ CPI 2.6% രേഖപ്പെടുത്തിയേക്കാമെന്നും അനുമാനിക്കുന്നു. അന്നേ ദിവസം വരുന്ന ജർമ്മനിയുടെ PPI കണക്കുകളും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. തുടർന്ന് ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച യൂറോസോൺ, ഫ്രാൻസ്, ജർമ്മനി, UK എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിംഗ്, സർവീസ് PMI കണക്കുകളും ബ്രിട്ടന്റെയും യൂറോസോണിന്റെയും കോമ്പോസിറ്റ് PMI കണക്കുകളുമാണ് യൂറോപ്യൻ സൂചികകളെ സ്വാധീനിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച ബ്രിട്ടൻ ഗവർണർ ആൻഡ്രൂ ബെയ്ലിയുടെ പ്രസ്താവനയും നിക്ഷേപകർ വീക്ഷിക്കും.
ജൂലൈയിലെ തൊഴിലില്ലായ്മ നിരക്കിലുണ്ടായ അപ്രതീക്ഷിത വർധനവും വ്യാവസായിക ഉൽപാദനത്തിലെ നേരിയ ഇടിവും ചൈനീസ് വിപണികളിൽ പ്രതിവാരാടിസ്ഥാനത്തിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. ജപ്പാനിലേക്ക് വരുമ്പോൾ GDP-യിലുണ്ടായ വലിയ മുന്നേറ്റം സമ്മർദ്ദത്തിലായിരുന്ന ജാപ്പനീസ് സൂചികയെ ഉത്തേജിപ്പിച്ചു. പൊതുവെ വിലയിരുത്തുമ്പോൾ പോസിറ്റീവ് മൊമെന്റമാണ് ഏഷ്യൻ വിപണികളിൽ കാണാൻ സാധിച്ചത്. ഈ ആഴ്ചയിൽ ഓഗസ്റ്റ് 19-ന് ചൈനീസ് സെൻട്രൽ ബാങ്കിന്റെ ലോൺ പ്രൈം നിരക്ക് തീരുമാനങ്ങളാണ് പ്രധാനം. നിലവിലെ 3.85% ലോൺ പ്രൈം റേറ്റ്. തൽസ്ഥിതി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 21-ന് വരുന്ന ജപ്പാന്റെ സർവീസ് PMI കണക്കുകളാണ് മറ്റൊരു ഡാറ്റ. നിർമ്മാണ മേഖലയുടെ PMI 50-ന് താഴെ നിലനിൽക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകളും നിർണായകമാണ്. തുടർന്ന് 22-ന് വരുന്ന നാഷണൽ CPI, കോർ CPI കണക്കുകളാണ് മേഖല ഉറ്റുനോക്കുക. 2.7% കോർ CPI അനുമാനം. ജൂണിൽ ഇത് 2.6% പണപ്പെരുപ്പത്തിലുണ്ടായ വർധനവിനെ തുടർന്നാണ് ബാങ്ക് ഓഫ് ജപ്പാൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. അതിനാൽ തന്നെ ഈ കണക്കുകളും വിപണിയിൽ ചലനം സൃഷ്ടിക്കും. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആഴ്ചയുടെ തുടക്കത്തിൽ ബ്രന്റ് ക്രൂഡ് വിലയിൽ ചെറിയ വർധനവ് ഉണ്ടായിരുന്നെങ്കിലും വാരാന്ത്യത്തിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 0.4% ഇടിവിൽ ബാരലിന് $78.93 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 0.69% ഇടിഞ്ഞ് ബാരലിന് $78.93 എന്ന നിലയിലും അവസാനിച്ചു. CTA അതായത് കമ്മ്യൂണിറ്റി ട്രേഡിംഗ് അഡ്വൈസേഴ്സ് അവരുടെ എല്ലാ ലോങ് പൊസിഷൻസും വിൽക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തുടർന്നും ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് ഉണ്ടായാൽ WTI ഓയിലും CTS ഷോർട്ട് പൊസിഷൻസ് എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ പലവിധ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഓയിൽ ഡിമാൻഡ് വളർച്ചയിൽ ഈ വർഷവും അടുത്ത വർഷവും പ്രതിദിനം 1 മില്യൺ ബാരൽ പെർ ഡേക്ക് മുകളിൽ കൂടില്ല എന്ന ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ടും പോയ വാരത്തിൽ വന്നിരുന്നു. അതോടൊപ്പം ചൈനയിൽ തുടർച്ചയായ 2ാം മാസവും എണ്ണ ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് $77.01 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് 74.27 എന്ന ലെവലും 72.87 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. ബാരലിന് $81.15 റേഞ്ചിൽ ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $82.55 തുടർന്ന് $85.29 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് $77 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തേക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ 200-ഡേ SMA ലെവലായ $77.8 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ബാരലിന് 75.7, 75.65 എന്ന റേഞ്ചിൽ പ്രധാന സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $75, 74.25 സപ്പോർട്ടായി ആക്ട് ചെയ്യും. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 3.13% നേട്ടത്തോടുകൂടി ട്രായ് ഔൺസിന് $2506.84 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ട്രഷറി ബോണ്ട് ഈൽഡിന്റെ ഇടിവാണ് സ്വർണ്ണവിലയുടെ ഉയർച്ചയ്ക്ക് കാരണം. ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ $2447, $2445 റേഞ്ചിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ $2430, $2429 അടുത്ത സപ്പോർട്ടായും തുടർന്ന് $2424 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. 2500 എന്ന സൈക്കോളജിക്കൽ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ 2550 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഈ ലെവൽ മറികടന്നാൽ $2555, $2560 റേഞ്ച് വരെയും സ്വർണ്ണവില പോയേക്കാം. ഉയർന്ന ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. എങ്കിലും പ്രതിവാരത്തിൽ 0.08% നേട്ടത്തോടെ 83.85 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 100-ഡേ EMA ആയ 83.54 രൂപയിൽ പ്രതീക്ഷിക്കാം. തുടർന്ന് 83.36 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. മറുവശത്ത് സൈക്കോളജിക്കൽ ലെവലായ 84 രൂപ സപ്പോർട്ടായി കണക്കാക്കാം. തുടർന്ന് 84.24 രൂപ സപ്പോർട്ടായി ആക്ട് ചെയ്യും. പോയ വാരത്തിൽ ആഭ്യന്തര വിപണിയിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 8616.43 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 10560.08 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാക്രോ തലത്തിലേക്ക് വന്നാൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ CPI കണക്കുകൾ തന്നെയാണ് വിപണിക്ക് നിർണായകമായത്.
5 വർഷത്തിനിടയ്ക്ക് ആദ്യമായി RBIയുടെ സഹന പരിധിക്കുള്ളിൽ തന്നെ പണപ്പെരുപ്പ കണക്കുകൾ കുറഞ്ഞു. ജൂലൈ മാസത്തിലെ പണപ്പെരുപ്പം 3.54% രേഖപ്പെടുത്തി. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ കണക്കുകളാകട്ടെ 2.04% കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ നഗര മേഖലയിലെ പണപ്പെരുപ്പവും ഇത്തവണ ഗണ്യമായി തന്നെ കുറഞ്ഞു. ജൂലൈയിലെ ഭക്ഷ്യ പണപ്പെരുപ്പം 2023 ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത 11.51% നിന്ന് 5.42% കുറഞ്ഞു. കേന്ദ്ര ബാങ്ക് പണപ്പെരുപ്പം മൂലം തുടർച്ചയായ 9 തവണയും പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടർന്നിരുന്നു. ഇപ്പോൾ ലക്ഷ്യപരിധിയായ 4%-നുള്ളിൽ പണപ്പെരുപ്പ് കണക്കുകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യ പണപ്പെരുപ്പം ഉയർന്നു തന്നെ നിലനിൽക്കുന്നത് ഒരു ആശങ്കയായി തുടരുന്നുണ്ടെന്ന് ഗവർണർ ധനനയ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ കണക്കുകൾ ആശ്വാസകരമായ സാഹചര്യത്തിൽ ഇനിയുള്ള RBIയുടെ നയം എന്താകുമെന്നതാണ് നിക്ഷേപകർ ഉറ്റുനോക്കുക. അതിനാൽ തന്നെ വരുന്ന വാരത്തിൽ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്ന RBI MPC മീറ്റിംഗ് മിനിറ്റ്സ് പ്രാധാന്യമർഹിക്കുന്നു. അന്ന് തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സർവീസ് PMI കണക്കുകളും അറിയാം. ഓഗസ്റ്റ് 1 വന്ന കണക്കുകൾ പ്രകാരം മാനുഫാക്ചറിംഗ് PMI 59 നിന്ന് 58.1 നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. സർവീസ് PMI ആകട്ടെ 61.6 നിന്നും 60.3 കുറവ് രേഖപ്പെടുത്തി. PMI 50 മുകളിൽ തുടരുന്നത് മേഖലയുടെ ശക്തിയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കുറവ് തുടരുന്നുണ്ടോ എന്നത് നിക്ഷേപകർ വിലയിരുത്തും. ഒപ്പം പതിവ് പോലെ ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച ഇന്ത്യയുടെ ഫോറക്സ് കണക്കുകളും അറിയാം. ഓഗസ്റ്റ് 9 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.8 ബില്യൺ കുറഞ്ഞ് $670.11 ബില്യൺ എത്തിയിരുന്നു. അന്നേ ദിവസം തന്നെ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും അറിയാം. ഓഗസ്റ്റ് 9 വന്ന കണക്കുകൾ പ്രകാരം 13.7% ലോൺ ഗ്രോത്ത് കുറഞ്ഞിരുന്നു. ഡെപ്പോസിറ്റ് ഗ്രോത്തും 10.6% കുറഞ്ഞു. ഉയർന്ന പലിശ നിരക്ക് തുടരുന്ന സാഹചര്യത്തിലും ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കാത്തത് ലോങ് ടേമിൽ ഒരു വെല്ലുവിളിയായി ബാങ്കിംഗ് മേഖലയിൽ ഉയരുന്നുണ്ട് എന്നും ശക്തികാന്ത ദാസ് അഭിപ്രായപ്പെട്ടിരുന്നു. അതിനാൽ ഡെപ്പോസിറ്റ് വളർച്ചയിൽ ഇനിയും ഈ കുറവ് തുടരുമോ എന്നതും നിക്ഷേപകർ വിലയിരുത്തും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ മെയിൻ ബോർഡിൽ നിന്നും 2 കമ്പനികളാണ് സബ്സ്ക്രിപ്ഷനായി എത്തുന്നത്. 1983 സ്ഥാപിതമായ ഇന്ററാർക്ക് ബിൽഡിംഗ് ആണ് ആദ്യ കമ്പനി. സ്റ്റീൽ കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ് നൽകുന്ന കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 600 കോടി രൂപയാണ്. ഇതിനായുള്ള സബ്സ്ക്രിപ്ഷൻ ഓഗസ്റ്റ് 19 ആരംഭിക്കും. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 850 രൂപ മുതൽ 900 രൂപ വരെയാണ്. ഓഗസ്റ്റ് 21 സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും തുടർന്ന് ഓഗസ്റ്റ് 26 കമ്പനി ലിസ്റ്റ് ചെയ്യുക. കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡർ ആയ ഓറിയൻ ടെക്നോളജീസ് ആണ് മറ്റൊരു കമ്പനി. ഓഗസ്റ്റ് 21 സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 195 മുതൽ 206 രൂപ വരെയാണ്. IPOയിലൂടെ 214 കോടി രൂപ സമാഹരിക്കാൻ പദ്ധതിയിടുന്ന കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക ഓഗസ്റ്റ് 23 ഒപ്പം ഓഗസ്റ്റ് 28 വിപണിയിൽ ലിസ്റ്റ് ചെയ്യുക. അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ സരസ്വതി സാരി ഡിപ്പോട്ട് ഓഗസ്റ്റ് 20 ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കും. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ കേസിൽ തുടർച്ചയായ 2ാമത്തെ ആഴ്ചയും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ആഴ്ചയിൽ ഉടനീളം ഒരു നെഗറ്റീവ് മൂവ്മെന്റ് കാഴ്ചവെച്ചെങ്കിലും വെള്ളിയാഴ്ച ട്രേഡിംഗ് സെഷൻ അവസാനിച്ചതോടെ 0.71% നേട്ടമാണ് വീക്കിലി ബേസിസിൽ രേഖപ്പെടുത്തിയത്. ഡെയിലി ചാർട്ടിൽ 1.5%-ലധികം നേട്ടം കൈവരിച്ച ഇൻഡെക്സിൽ ഒരു കൺസിഡറബിൾ ബൈയിങ് ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്ന ലോങ് ലോവർ ഷാഡോയുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ പോസിറ്റീവ് സൂചനകളും അതേസമയം ആഭ്യന്തര വിപണിയിലെ ടെക്നോളജി, ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, ഓട്ടോ, FMCG എന്നീ സെക്ടറുകളിലെ റാലിയും ഈ നേട്ടത്തിന് കാരണമായി എന്ന് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നു. ഫിബൊനാച്ചി റിട്രേസ്മെന്റിലെ 50% മുകളിൽ സൂചികയ്ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചതും പ്രധാനമായ മൂവിംഗ് ആവറേജുകളെ മറികടന്നതും സൂചികയിൽ ട്രെൻഡ് റിവേഴ്സൽ അഥവാ മൊമെന്റം വരുന്നതിന്റെ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനാൽ നിഫ്റ്റി 24,500 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് സൈഡിൽ 24,700, 25,000 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയും ഡൗൺ സൈഡിൽ 24,300, 24,200 എന്ന റേഞ്ച് സപ്പോർട്ടായും പരിഗണിക്കാമെന്നും അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നു. കൊട്ടക് സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് അമോൾ അത്വാലെ പറയുന്നത് ഇൻഡെക്സ് 50-ഡേ EMA ഒത്തുവരുന്ന 24,100 എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്ത് ഷാർപ്പായി ബൗൺസ് ബാക്ക് ചെയ്തത് കാരണം നിലവിലെ ലെവലിൽ നിന്നും പോസിറ്റീവ് മൂവ് പ്രതീക്ഷിക്കാമെന്നാണ്. പക്ഷേ ബുൾസിന് 24,650,
24,750 എന്ന റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നും കൂടാതെ 24,300, 24,200 എന്ന സപ്പോർട്ടിന് താഴേക്കുള്ള ഏതൊരു നീക്കവും അപ് ട്രെൻഡിനുള്ള സാധ്യത ഇല്ലാതാക്കിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ 0.06% നേരിയ നേട്ടത്തിലാണ് വീക്കിലി ബേസിസിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റിക്ക് സമാനമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതായത് ഏകദേശം 1.6% നേട്ടത്തോടെ സൂചികയ്ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഷേർഖാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ജതിൻ കേഡിയ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ടേം പുൾ ബാക്ക് അനുഭവപ്പെട്ടേക്കാമെന്നാണ്. അതുകൊണ്ട് ഇവിടെ സപ്പോർട്ടായി 50,000, 49,800 എന്ന റേഞ്ചും അപ്സൈഡിൽ 51,100, 51,500 എന്നത് റെസിസ്റ്റൻസ് ആയി കണക്കാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 24,500 മറികടന്ന നിഫ്റ്റിയെ സംബന്ധിച്ച ഈ ലെവലിൽ കൺസോളിഡേഷൻ തുടരുമോ അതോ വെള്ളിയാഴ്ചയിൽ ഉണ്ടായ ബൈയിങ് ഇൻട്രസ്റ്റ് ഇനിയും തുടരുമോ എന്നതാകും നിക്ഷേപകർ ഉറ്റുനോക്കുക. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.